സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് പ്രമേഹം, പ്രമേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്, പ്രമേഹം ഏതൊക്കെ തരത്തിൽ എത്ര വിധമുണ്ട്, അത് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെന്തൊക്കെ ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇതിനെ നിയന്ത്രിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം, പ്രമേഹം വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും, പ്രമേഹത്തെക്കുറിച്ചുള്ള ഒരുവിധം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. പ്രമേഹം എന്നുള്ളത് നമ്മുടെ രക്തത്തിൽ അമിതമായി ആവശ്യത്തിലധികമായിട്ട് ഗ്ലൂക്കോസിൻ്റെ അളവ് കാണുന്ന ഒരു കണ്ടീഷനാണ്. ഈ ഗ്ലൂക്കോസ് ആണ് നമ്മുടെ ശരീരത്തിലെ ഒരു എനർജി സോഴ്സ് എന്ന്, പ്രധാനപ്പെട്ട ഒരു പ്രൈമറി എനർജി സോഴ്സ് എന്നുള്ളത് ഈ ഗ്ലൂക്കോസ് ആണ്. ഈ ഗ്ലൂക്കോസിനെ നമുക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ, സെല്ലിലേക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലേക്ക് മാറ്റുക എന്നുള്ള ഒരു ജോലിയാണ് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ചെയ്യുന്നത്. ഈ ഇൻസുലിൻ്റെ അഭാവം മൂലമോ അല്ലെങ്കിൽ ഇൻസുലിൻ ഉണ്ടെങ്കിൽ തന്നെ അത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയാതെ വരികയോ അല്ലെങ്കിൽ ഇൻസുലിൻ്റെ സെക്രീഷൻ കുറഞ്ഞു വരികയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഈ പ്രമേഹം എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യപ്പെടാതിരിക്കുകയോ അല്ലെങ്കിൽ ഇൻസുലിൻ്റെ കുറവുണ്ടാവുകയോ അല്ലെങ്കിൽ ഇൻസുലിൻ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റാതിരിക്കുകയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ എനർജിയാക്കി മാറ്റാൻ കഴിയാതെ വരുന്നു. അപ്പോൾ ആ ഗ്ലൂക്കോസ് നമ്മുടെ രക്തത്തിൽ തന്നെ കിടക്കുന്നു. ഈ കണ്ടീഷനെയാണ് നമ്മൾ പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് അല്ലെങ്കിൽ ഹൈപ്പർഗ്ലൈസീമിയ എന്നൊക്കെ പറയുന്നത്. പ്രമേഹം പ്രധാനമായിട്ടും 3 വിധത്തിലുണ്ട്. ഒന്ന് ടൈപ്പ് 1 ഡയബറ്റീസ്, 2 ടൈപ്പ് 2 ഡയബറ്റീസ്, അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ഗെസ്റ്റേഷണൽ ഡയബറ്റീസ്. ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ പാൻക്രിയാസിലാണ് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഈ ഇൻസുലിൻ പൂർണ്ണമായിട്ടും ഇല്ലാതിരിക്കുന്ന അവസ്ഥ, കണ്ടീഷനെയാണ് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും പാരമ്പര്യമായിട്ടും കുട്ടികളിലൊക്കെ കാണുന്ന, നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിലൊക്കെ കാണുന്ന പ്രമേഹം ഈ ടൈപ്പ് 1 ഡയബറ്റീസ് ആണ്. നമുക്ക് ഇൻസുലിൻ തെറാപ്പി ഇതിന് നിർബന്ധമായിട്ട് ചെയ്യേണ്ടി വരും. ഇൻസുലിൻ തീരെ ഇല്ലാത്തൊരവസ്ഥയായിരിക്കും ഉണ്ടാവുക. എന്നാൽ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇൻസുലിൻ്റെ പ്രൊഡക്ഷനൊക്കെ പാൻക്രിയാസിൽ ഉണ്ടാവാം, പക്ഷെ അതിന് വേണ്ട രീതിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം വേണ്ട രീതിയിൽ നമുക്ക് ശരീരത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഇൻസുലിൻ അങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റാതിരിക്കുക അല്ലെങ്കിൽ പാൻക്രിയാസിൽ തന്നെ ഇൻസുലിൻ സെക്രീഷൻ കുറയുക, ഇതൊക്കെ കാരണമായിട്ടുണ്ടാകുന്നതാണ് ഈ ഒരു ടൈപ്പ് 2 ഡയബറ്റീസ് എന്നുള്ളത്. ഈ ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ നമുക്കൊക്കെ കാണുന്ന ഒരു പ്രമേഹം എന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. ഇത് നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ, അതുപോലെ തന്നെ മരുന്നുകൾ കഴിക്കുന്നതിലൂടെ പൊണ്ണത്തടി, നമ്മുടെ ഭക്ഷണത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ കാരണമായിട്ടുണ്ടാകുന്നതാണ് ഈ ടൈപ്പ് 2 ഡയബറ്റീസ് എന്നുള്ളത്. ഇനി മൂന്നാമതായിട്ടുള്ള ഡയബറ്റീസ്, ഗെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും, ഗർഭിണികളായ ആളുകൾക്ക് ഉണ്ടാകുന്ന ഡയബറ്റീസ്, സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഡയബറ്റീസ്, ആ ഗർഭകാലത്ത് ഉണ്ടാകുന്ന പ്രമേഹം. ഇത് പ്രസവത്തിന് ശേഷം ഒരുവിധം ആളുകളിലൊക്കെ അത് നോർമലായിട്ട് വരും. ചില ആളുകൾക്ക് അത് നീണ്ടു നിൽക്കാമെങ്കിലും സാധാരണ രീതിയിൽ പ്രസവത്തിന് ശേഷം അതന്നെ പ്രമേഹം അങ്ങനെ പോവുകയാണ് ചെയ്യാറ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ആളുകൾക്ക് ഭാവിയിൽ ടൈപ്പ് 2 ഡയബറ്റീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട 3 ടൈപ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രമേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് തേസ്റ്റ് അല്ലെങ്കിൽ ദാഹം കൂടുതലായിട്ടുണ്ടാവുക, വായ വരണ്ടിരിക്കുക, അതുപോലെ തന്നെ കണ്ണിനൊക്കെ ഒരു കാഴ്ചക്ക് മങ്ങൽ ഉണ്ടാവുക, വെയിറ്റ് ക്രമാതീതമായി കുറഞ്ഞു വരിക, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കുറഞ്ഞു വരിക, നല്ല ക്ഷീണം, അതുപോലെ തന്നെ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാനുള്ള പ്രവണത ഉണ്ടാവും. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകളോ മറ്റോ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഹീലാവാനുള്ള ബുദ്ധിമുട്ട്, അത് പെട്ടെന്ന് ഉണങ്ങിപ്പോവാതിരിക്കുക, തുടർച്ചയായി ഇൻഫെക്ഷൻസ്, അസുഖങ്ങൾ വരിക, പ്രത്യേകിച്ച് സ്കിൻ പ്രോബ്ലംസ്, അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ തുടർച്ചയായിട്ട് വരിക, നമ്മുടെ കൈക്കാലുകളിൽ തരിപ്പ്, മരവിപ്പ് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുക. ഇതൊക്കെയാണ് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രമേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് പാരമ്പര്യം തന്നെയാണ്. പാരമ്പര്യമായിട്ട് പ്രമേഹമുള്ള ആളുകളാണെങ്കിൽ അവരും തലമുറകൾക്കും ഈ പ്രമേഹം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പൊണ്ണത്തടി, ഓവർ വെയിറ്റ് ഉള്ള ആളുകൾക്ക്, ഒബിസിറ്റി ഉള്ള ആളുകൾക്ക് പ്രമേഹ സാധ്യത വളരെ കൂടുതലാണ്. അത് കാരണമായിട്ട് അവർക്ക് പ്രമേഹം വരാം. അതുപോലെ തന്നെ സെഡൻറ്ററി ആയിട്ടുള്ള ഹാബിറ്റ്, അതായത് പ്രത്യേകിച്ച് തടി നളകാതെ ഒരു വ്യായാമമൊന്നും ഇല്ലാത്ത ഒരു ലൈഫ് സ്റ്റൈൽസ് ഉള്ള ആളുകൾക്ക് അത് കാരണമായിട്ട് പ്രമേഹം വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹൈ ബ്ലഡ് പ്രഷറുള്ള ആളുകൾ,
ഹൈ കൊളസ്ട്രോൾ ഉള്ള ആളുകൾ, നമ്മുടെ ഭക്ഷണം ശരിയായ രീതിയിൽ കഴിക്കാതെ, അതായത് ഓവറായിട്ട് മധുരമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന ആളുകൾ, ഇത്തരം അൺഹെൽത്തി ഫുഡ് കഴിക്കുന്ന ആളുകൾക്കും അത് കാരണമായിട്ട് പ്രമേഹം വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രായം ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒരു എബോവ് 40, ഒരു 40-45 വയസ്സിന് ശേഷം പ്രമേഹ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ സ്ത്രീകളിൽ കാണുന്ന PCOD എന്ന് പറയുന്ന ഒരു ഹോർമോണൽ പ്രോബ്ലം, ഈ PCOD ഉള്ള അല്ലെങ്കിൽ PCOS ഉള്ള ആളുകൾക്ക്, സ്ത്രീകൾക്ക് അത് കാരണമായിട്ട് പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇത് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ, പ്രമേഹത്തിനെ നമ്മൾ ശരിയായ രീതിയിൽ പിടിച്ചു നിർത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ, അത് നമ്മൾ ഒരു ശ്രദ്ധയും കൊടുക്കാതെ, അത് നമ്മൾ നിസ്സാരമായി കണ്ട് നമ്മൾ മരുന്നൊന്നും വേണ്ട രീതിയിൽ കഴിക്കാതെ, നമ്മൾ ഭക്ഷണമൊന്നും ശ്രദ്ധിക്കാതെ നമ്മളത് അൺകൺട്രോൾഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് നമുക്ക് ഈ പ്രമേഹം കാരണം ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രമേഹം പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കുണ്ടാവാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക്. ഈ രണ്ട് പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയുന്ന നമ്മുടെ കിഡ്നിയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കിഡ്നി ഫെയിലിയർ ഉണ്ടാവാനുള്ള ചാൻസ് ഇതിനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാഡികളെ ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് കാരണമായിട്ട് നെർവ് ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുമൂലം നമുക്ക് തരിപ്പ്, മരവിപ്പ്, അതുപോലെ തന്നെ വേദന, തൊട്ടാൽ അറിയാത്ത പ്രശ്നം, നമ്മുടെ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടുക, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രശ്നമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. നമ്മുടെ കാഴ്ച മങ്ങാനും കാഴ്ച നഷ്ടപ്പെടാനും ഇത് കാരണമായേക്കാം. അതുപോലെ തന്നെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും സെക്ഷൽ പ്രോബ്ലംസ്, അതായത് ഇതിനുള്ള താല്പര്യക്കുറവ്, ഇതിന് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാതെ വരിക, ഇത്തരം ലൈംഗികമായിട്ടുള്ള ബലഹീനതയും ഈ പ്രമേഹം കാരണം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമുക്ക് ഇത് എങ്ങനെ ഡയഗ്നോസിസ് ചെയ്യാം, ഇത് എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നോക്കാം. ഇതിന് പ്രധാനമായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും നമ്മൾ രക്തം ടെസ്റ്റ് ചെയ്യുക. ഫാസ്റ്റിങ്ങിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. ഈ രണ്ട് രീതിയിലുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രമേഹം അറിയാൻ പറ്റും. ഇനി നമുക്കിത് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് നോക്കാം. പ്രമേഹം നിയന്ത്രിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, ഒന്ന്, മധുരം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അരിയാഹാരങ്ങൾ, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ പരമാവധി കുറക്കാൻ വേണ്ടി ശ്രമിക്കുക. സ്ഥിരമായി വ്യായാമം ചെയ്യുക. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രമേഹം കുറക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രമേഹത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ഡയറ്റ് പ്ലാൻ നമുക്ക് എങ്ങനെ ഡയറ്റ് പ്ലാൻ ചെയ്യാം, നാച്ചുറലായിട്ട് ഇത് എങ്ങനെ കുറക്കാം, ഇതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. താങ്ക് യു.